ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു പായസം കേട്ടോ, പൈനാപ്പിൾ പായസമാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്താ ചെയ്യാമെന്നൊക്കെ നോക്കുക കേട്ടോ. ആദ്യം നമുക്ക് ചവ്വരി വേവാനിടാം കേട്ടോ. ഇതിലിട്ടിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് പിന്നെ നല്ലോണം വെള്ളം ഒഴിക്കണം കേട്ടോ. ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം. വേവിച്ചിട്ട് ഇനി പൈനാപ്പിളും കൂടെ വേവിക്കാൻ വെക്കണം. ഇത് വെന്തു കേട്ടോ. എന്നിട്ട് ഇതിനെ അടയ്ക്കുക. എന്നിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് വയ്ക്കുക. അത് പൈനാപ്പിളും വേവിച്ചു, പാലും വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പാലൊന്ന് തിളപ്പിക്കാൻ വെക്കണം. നമ്മൾ പാല് തിളപ്പിക്കാൻ വെക്കണം. ഇങ്ങനായിട്ട് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്യണം. നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ട് ഒന്ന് പച്ചവെള്ളം ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ എന്നിട്ട് ഈ പാലും കൂടി കാച്ചി വയ്ക്കുക. ഇനി ഇതെല്ലാം പൈനാപ്പിളും തണുക്കണം, പാലും തണുക്കണം, ഈ ജവ്വരിയും തണുത്തിട്ട് വേണം നമുക്ക് അടുത്തത് ചെയ്യാം. പൈനാപ്പിള് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് അതിൽ തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യിടുക കേട്ടോ. നെയ്യിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. ഒരു 4 സ്പൂൺ പഞ്ചസാര, ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ. ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ആ നെയ്യിലിട്ടിട്ട് നമുക്ക് വരട്ടിയെടുക്കാം. നല്ലോണം ഇങ്ങനെ ഇതൊന്ന് വെള്ളമാവും. ഇനി ആ വെള്ളവും കൂടെ ഇതിൽ കിടന്ന് ഈ പഞ്ചസാരയും കൂടെ ഒന്ന് വറ്റി നമ്മൾ നല്ലോണം വരട്ടിയെടുക്കാം കേട്ടോ. കേട്ടോ, പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ജവ്വരിയില്ലേ അത് ഇതിലേക്ക് ഇടാം കേട്ടോ. നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ട് അതിനെ ഇതിലേക്ക് കൊട്ടി പാലൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണേ. എന്ന് വെച്ചാൽ പൈനാപ്പിൾ കൊഴുപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ജവ്വരി ഇടണത്. ഇല്ലെങ്കിൽ ജവ്വരിയുടെ ആവശ്യമില്ല. പൈനാപ്പിൾ ഉപ്പ് കുറവാണ്. എന്നിട്ട് ജവ്വരി ഇട്ടിട്ട് നമ്മൾ നന്നായി വേവിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. പാലും നമ്മൾ ഇതിട്ടില്ല, ജവ്വരിയും കൂടി ഇട്ടത് നന്നായി വെന്ത് കൊഴുത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് 4 സ്പൂൺ പഞ്ചസാര. നമ്മുടെ ഇതൊക്കെ മധുരം അനുസരിച്ചിട്ടാണ് കേട്ടോ. 4 സ്പൂൺ പഞ്ചസാര ഇടുക. കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക കേട്ടോ. മിൽക്ക് മെയ്ഡും കുറച്ച് എന്താ പറയുക, നമ്മുടെ ഏലക്കായുടെ പൊടിയും കേട്ടോ. ഏലക്കായുടെ പൊടി കുറച്ച്. എന്നിട്ട് ആ മിൽക്ക് മെയ്ഡും അതിലേക്ക് ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കേട്ടോ. രണ്ടും പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടി ആവുമ്പോഴേ നല്ല ടേസ്റ്റ് വരില്ല നമുക്ക്. എന്നിട്ട് നന്നായി ഇളക്കുക. രണ്ടും കൂടെ ഇളക്കി പൈനാപ്പിളും ഇതും ആറിയിട്ട് വേണം നമുക്ക് മറ്റേലേക്ക് വേറൊരു പാത്രത്തിലേക്ക് ജോയിൻ ചെയ്തിട്ട് വേണം. ആറിയിട്ടില്ലെങ്കിൽ പിരിക്കും ചിലപ്പോൾ. നമ്മളിത് നന്നായി ആറി എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ വറുത്ത് കൂട്ടണം കേട്ടോ. അങ്ങനെ ഫൈനൽ ഇത് കാണും. നമ്മൾ ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, എല്ലാം സെറ്റ് ചെയ്ത് ഇത് പാലും മിൽക്ക് മെയ്ഡും ജവ്വരിയൊക്കെ കൂടെ ഇട്ടിട്ട് നന്നായി തണുത്തതിന് ശേഷം നമ്മളിത് ഈ വരട്ടി വെച്ച പൈനാപ്പിൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇളക്കി നല്ല തണുപ്പിച്ച് കഴിച്ചാലാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ചൂടോടെ ചേർത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ എന്താ പറയുക, ഇതാകും. ചൂടോടെ ചേർത്ത് കഴിഞ്ഞാൽ തിരിക്കും. അതിനാണ് തണുത്തിട്ട്, രണ്ടും നന്നായി തണുത്തിട്ട് ചെയ്യാൻ പറയണത്. അതുകൊണ്ടാണ് കേട്ടോ. നന്നായി തണുക്കണം, അതാണ് ഏറ്റവും നോക്കാനുള്ളത്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അടിപൊളി പായസം, നല്ല പായസം. ഇങ്ങനെയാണ് കേട്ടോ പായസം. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക.